സ്നേഹമൊക്കെ എന്ന് എന്നോട് കാണുമോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്നാലും എത്തിക്കഴിഞ്ഞ് ചിലർക്ക് സ്വഭാവം മാറുമല്ലോ. നിനക്കറിയാലോ, നീ എന്റെ ജീവനാ. ഞാൻ നിന്നെ ഒരിക്കലും കരയിപ്പിക്കില്ല. അറിയാലോ, അച്ഛനും അമ്മയും മരിച്ച ശേഷം ഇളയച്ചനെ നോക്കിയിട്ടുള്ളു എന്നെ ഏട്ടനെ. ഏട്ടനും വലിയ കാര്യമൊന്നും ഇല്ല, ആളാളുടെ കാര്യം നോക്കിയാ നടക്കുന്നത്. എനിക്കെല്ലാം അറിയാം. പരിചയപ്പെട്ടിട്ട് കുറച്ചു കാലം ആയിട്ടുണ്ടെങ്കിലും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ആത്മാവിൻ സ്പർശം നീയോ, നിലാവിൻ നിഴലിൽ നീയോ, മറുപടി തേടി ഞാനീ എന്റെ ആത്മാവ് നീയല്ലേ. മഴവില്ലിൻ നിറങ്ങൾ പെയ്താൽ മിഴികളിൽ നിന്നു ചിരിക്കും, പക്ഷേ മനസ്സു മറക്കില്ല നിന്റെ ചൂടമിന്നൽ പോലെ. ആത്മാവിൻ സ്പർശം നീയോ, നിലാവിൻ നിഴലിൽ നീയോ, മറുപടി തേടി ഞാനീ എന്റെ ആത്മാവ് നീയല്ലേ. ഒരു നാൾ വരും നിന്നെ കാണാൻ, കാലം തുള്ളിച്ചിരിക്കും, പക്ഷേ നിന്നെ കാത്തിരിക്കുന്ന ആത്മാവിൻ പടിയുണ്ടോ. ആത്മാവിൻ സ്പർശം നീയോ, നിലാവിൻ നിഴലിൽ നീയോ, മറുപടി തേടി ഞാനീ എന്റെ ആത്മാവ് നീയല്ലേ. ഒരു നാൾ വരും നിന്നെ കാണാൻ, കാലം തുള്ളിച്ചിരിക്കും, പക്ഷേ നിന്നെ കാത്തിരിക്കുന്ന ആത്മാവിൻ പടിയുണ്ടോ. ആത്മാവിൻ സ്പർശം നീയോ, നിലാവിൻ നിഴലിൽ നീയോ, മറുപടി തേടി ഞാനീ എന്റെ ആത്മാവ് നീയല്ലേ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്നെ വഴക്ക് പറയില്ലേ? ഇല്ല. എന്നെങ്കിലും എന്നെ വേണ്ടാന്ന് തോന്നിയത് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയണം. അങ്ങനെ എനിക്ക് വേണ്ടാന്ന് തോന്നില്ല, കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാവുന്നില്ല. വേറൊന്നുമല്ല, എന്നെ അവോയ്ഡ് ചെയ്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. അങ്ങനെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നില്ല. എനിക്ക് നീ എന്റെ ജീവനാണ്. അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. സത്യം. സത്യം. എടി, നീ എന്റെ ഷർട്ട് അലക്കിയില്ലേ? അത് മറന്നുപോയി ഞാൻ. മറന്നുപോയി? നിനക്ക് എന്താ ഇവിടെ ഇത്ര പണി? 24 മണിക്കൂർ ഉറക്കം തന്നെയല്ലേ? പിന്നെ ഇത് ചെയ്താൽ എന്താ? ഏട്ടാ, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകോ? ഞാൻ എത്ര നാളുകൊണ്ട് പറയാ. കഷ്ടമുണ്ട് ഏട്ടാ, ഒന്ന് കൊണ്ടുപോകും. ആ, കൊണ്ടുപോകാം. എനിക്ക് നിന്നെ പോലെ വീട്ടിൽ വെറുതെ ഇരിപ്പല്ല പണി. ഹലോ മോളെ. ഹലോ. എന്താ മോളെ, എന്താ മോളുടെ ശബ്ദം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ഇളയച്ച, എനിക്ക് എന്തോ തലവേദനയാ.
എന്നിട്ട് എന്റെ മോള് മരുന്ന് വല്ലതും കഴിച്ചാ? ആ ഓ, ഇപ്പോഴാ ഇളയച്ചനൊന്ന് സമാധാനമായത്. എന്റെ മോളുടെ ശബ്ദം മാറുമ്പോ ഇളയച്ചന് ഭയങ്കര ടെൻഷനാ. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മോള് എന്നും സന്തോഷത്തോടെ ജീവിക്കണം. എന്ത് വിഷമമുണ്ടെങ്കിലും ഇളയച്ചനോട് തുറന്നു പറയാൻ മടിക്കരുത് കേട്ടാ. അവൻ മോളെ നല്ല നിലയ്ക്ക് നോക്കുന്നുണ്ടെന്ന് അറിയാം, എങ്കിലും ഇളയച്ചനൊരു ടെൻഷൻ. ഇളയച്ചൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ ഹാപ്പിയാ കേട്ടോ. എന്നാ ശരി മോളെ. എന്താ ആലോചിച്ചിരിക്കുന്നത്? രണ്ടും കൂടെ വല്ല വഴക്കുമല്ലോ ഇട്ടോ? ഏയ് അതൊന്നും അല്ല. ഏട്ടൻ പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു. എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എന്നോട് മിണ്ടാനോ എന്നൊന്ന് പുറത്തു കൊണ്ടുപോകാൻ കൂടി സമയമില്ല. അവനോട് ചോദിക്ക എന്താ കാര്യമെന്ന്. അവന് ഇഷ്ടമല്ലാത്തൊന്നും ചെയ്യാതിരിക്കേ. സ്നേഹിച്ച സമയത്ത് എനിക്ക് ഈ സ്വഭാവം തന്നെയായിരുന്നു. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ എന്തേ പ്രശ്നങ്ങളൊക്കെ? ഇപ്പൊ പുറത്തു പോയാ പോരെ, ഞാൻ അവനോട് പറയാ. എത്ര നാള് ഓരോ ഇങ്ങനെ പുറകെ നടന്ന് പറയും. എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ എന്നോടൊന്ന് മിണ്ടണമെങ്കിലോ എല്ലാം അമ്മ ഇങ്ങനെ പുറകെ നടന്ന് പറയണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? അയാൾക്ക് എത്ര വയസ്സുണ്ട്? അത് ചിന്തിക്കാതെ പിന്നെ എന്നോട് പറയാതിരിക്കുക. ഞാനൊന്നും പറയാൻ വരുന്നില്ല. നിങ്ങൾ വരുവോ പോവോ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഞാന് നാളെ കഴിഞ്ഞ് അങ്ങോട്ട് വരാം. നമുക്ക് ആ പാടത്ത് പോണം. ഇല്ലടാ, ഇല്ല 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 ഇല്ല. ആ അതെ, അറിയാ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. അങ്ങനെ എന്തുകൊണ്ടല്ല കൊറേ ആയില്ലേ കണ്ടിട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. അതെല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നല്ലേ? ആ കഴിഞ്ഞായിരുന്നു. ഞാൻ വീട്ടില് വിളിച്ചിട്ടുണ്ടായിരുന്നു, കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫോട്ടോ കണ്ടായിരുന്നു. അതെല്ലേ? ഉള്ളത് പറയാമല്ലോ. പെണ്ണ് ഇച്ചിരി പ്രായം തോന്നി. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇച്ചിരി തടി ഉണ്ടല്ലോ കൊച്ചിന്. കുറച്ച്, അത്രയ്ക്ക് പറയാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതിനേക്കാൾ ഇച്ചിരി നീളമൊക്കെ കുറവുള്ളൂ. നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു പെണ്ണെ കിട്ടുവാൻ കേട്ടോ. നല്ല കാര്യമുണ്ട്, എന്ത് ചെയ്യാനാ. ഇപ്പൊ കിട്ടണ്ടല്ലേ കിട്ടത്തുള്ളൂ. നമ്മള് പറഞ്ഞതേ ഉള്ളേ, നിനക്കും തോന്നല്ലേ? ഇല്ല ഇല്ല ഇല്ല. നീ അങ്ങോട്ട് ഇറങ്ങണേ, ഇറങ്ങണേ. ഓക്കെ. നീ കിട്ടുന്നു നമ്മളെ കൊണ്ടാകുന്നത്. ആ ചേട്ടനോ? എല്ലാരും എന്തിയടി? അകത്തുണ്ട്. അല്ല, ഞാൻ ഇതിലെ വന്നപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. നിന്റെ മോൻ എന്താ വല്ലാണ്ടിരിക്കുന്നു? അളിയനുമായിട്ട് കയറി നീ ഉടക്കിയോ? അത് അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, നീ അങ്ങ് സഹിച്ചങ്ങ് നിക്കന്നേ. ഒരു കുടുംബജീവിതം ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നീ അതൊന്നും സഹിച്ചു നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇവിടെ. പുരുഷന്മാരുടെ മുമ്പിലേ സ്ത്രീ ഒന്ന് ദാനം കൊടുത്തെന്ന് വെച്ചേ ആകാശം ഒന്നും ഇടിഞ്ഞ് താരത്ത് വീരത്തൊന്നുമില്ല. അപ്പൊ ശരിയണ്ട, അവരോട് പറഞ്ഞാൽ മതി. അല്ല, ഒന്നും കുടിച്ചില്ലല്ലോ. ഇല്ല, കൂട്ടുകാർ വെയിറ്റ് ചെയ്യും. ഏട്ടാ കഥക തുറക്ക്. ഇതൊരു കഷ്ടമായി ഇത്. എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? കഥ അടിച്ചതിൽ എന്തെടുക്ക നിങ്ങള്? നീ നിന്റെ കാര്യം നോക്ക്, എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. പറ്റത്തില്ല, നിങ്ങൾ കഥ തുറന്നേ. എനിക്കിനി സഹിക്കാൻ വയ്യ. നീ പറ്റില്ലെങ്കിൽ പോ. പറ്റില്ല, നിങ്ങൾ കഥ തുറന്നേ. എനിക്ക് സംസാരിക്കണം, എനിക്ക് വയ്യ, എനിക്ക് സഹിക്കാൻ. നാശം.
എന്തൊരു ശല്യമായത്. ഞാൻ വന്നാലുണ്ടല്ലോ. കഷ്ടമുണ്ട്, കഥക തുറക്ക് ഏട്ടാ, പ്ലീസ് ഏട്ടാ, കഥക തുറക്ക്, കഥക തുറക്ക്. എന്തൊരു ബഹളമായത്? എപ്പോ നോക്കിയാലും കൊട്ടും ബഹളം. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറിക്കേ. ഞങ്ങൾ ഇവിടെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഇത് എന്തുവാ ഇത്? നിനക്കൊക്കെ അടിയാണല്ലേ വേറെ വീട് വാടക എടുത്ത് പോകണം. രണ്ടെണ്ണം എപ്പോ നോക്കിയാലും. ഇനി നിന്നെ നിർത്തണം. നിനക്ക് ഇവിടെ ഇട്ട് തല്ലാതല്ല എന്റെ മോളെ ഞാൻ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. മനസ്സിലാവണ്ടേ നിനക്ക്? ഞാൻ എല്ലാം അറിഞ്ഞിട്ട് അവിടെ വരുന്നത്. ഓ, മോളെല്ലാം വിളിച്ച് പറഞ്ഞാണ്. പറഞ്ഞത് രേവതിയല്ല, രാജേഷ. അവനത് കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. എന്റെ ചേട്ടനും ചേച്ചിയും പോയതിനു ശേഷം ജീവനെ പോലെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന മക്കളാ. ആ മോളെ നീ കരയിപ്പിച്ചേ, അതെനിക്ക് സഹിക്കൂടാ. നിങ്ങളുടെ മോളെ കൊണ്ട് എപ്പോഴും ശല്യമാ. എപ്പോ നോക്കിയാലും അവനോട് വഴക്കാം. ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കുന്നതാ ഞങ്ങള്. ഇവിടെ ഇതൊന്നും പറ്റത്തില്ല. അന്തസ് ആ കാര്യം നിങ്ങൾ പറയണ്ട. നിനക്ക് നിന്റെ ഭാര്യ നിനക്ക് സ്നേഹിക്കണമെങ്കിൽ നിന്റെ അമ്മ പറയണം അല്ലേ? അവളെവിടേക്കെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം. ഇതല്ലേ നിങ്ങൾ പറയുന്ന അന്തസ്? അന്തസ്സിന്റെ കാര്യം പറയാൻ വരുന്നത്. കല്യാണം കഴിഞ്ഞ് വെച്ച് എനിക്ക് എന്റെ വീട്ടുകാരെ കളയാൻ പറ്റത്തൊന്നുമില്ല. എപ്പോഴും ഇവിടെ കെട്ടിപ്പിടിച്ചിരിക്കാനും പറ്റത്തില്ല. നിന്റെ വീട്ടുകാരെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിരിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആ ഒരു പരിഗണന നീ അവൾക്ക് കൊടുക്കണം. മനസ്സിലാവണ്ട നിനക്ക്? നിന്നെ വിശ്വസിച്ച് വന്ന പെൺകുട്ടിയല്ലടാ. അവൾക്ക് വേണ്ട സ്നേഹവും പരിഗണനയും കൊടുക്കേണ്ട മര്യാദ നിനക്കില്ലേ? കൊടുക്കണ്ടേ? നീ കൊടുക്കണ്ടേ? അവള് കുറെ സ്വർണം മാലൊന്നും അല്ലല്ലോ നിന്നോട് ചോദിച്ചേ, ആണോ? 24 മണിക്കൂർ ഒരു 10 മിനിറ്റ് അതല്ലടാ അവൾ ചോദിക്കുന്നുണ്ടോ? അതല്ലേ ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം സൗന്ദര്യം എന്നൊക്കെ പറയണത്. അത് കൊടുക്കാൻ നിനക്ക് കഴിയില്ലെങ്കിൽ ഊങ്ങി ചാവട നീ പോയിട്ട്. അതതിനേക്കാളും ഭേദം. സ്നേഹിച്ച സമയത്ത് ഒരുമിച്ച് പുറത്തു പോകാനും എന്നോട് മിണ്ടാനും എന്നെ കാണാൻ വരാനും ഒക്കെ നിങ്ങക്ക് സമയം ഉണ്ടായിരുന്നു. പക്ഷെ കെട്ടിക്കഴിഞ്ഞാൽ ഒന്നും നിങ്ങക്ക് സമയമില്ല. ഇതിനൊക്കെ വേണ്ടി ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാ. അതൊന്നും നിങ്ങക്ക് മനസ്സിലാവത്തില്ല ഞാൻ എത്ര പറഞ്ഞാലും. ഭർത്തൃ വീട്ടിൽ നിന്ന് പെൺകുട്ടികള് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാലേ അവർക്കൊരു ഭാരമാവുന്ന വീട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്ക് ഇവിടെ ഒരു ഭാരമൊന്നുമല്ല. എന്റെ മോളെ ഞാൻ പൊന്നുപോലെ ഞാൻ നോക്കും. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഞാൻ മരിക്കുന്നവരെ നോക്കും. ഞാൻ മരിച്ചാലും അവൾക്ക് കഴിയാനുള്ള വക ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾക്ക് അതിനുള്ള ജോലി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ നിന്റെ കാര്യം നോക്കണേക്ക. ഓലപ്പാമ്പ് കെട്ടിട്ടാ നീ എന്നെ പേടിപ്പിക്കണേ. ഒരു പണി നോക്ക് നിങ്ങള്. അങ്ങനെയാണല്ലേ നിങ്ങളുടെ മോളെ വിളിച്ചിട്ട് പൊക്കോ. ഇവിടെ പോയാലേ വേറെ പെണ്ണിനെ ഞങ്ങൾക്ക് കിട്ടും. നിങ്ങളെ കെട്ടിക്കാതിരിക്കാൻ എന്താ വേണ്ടത് ചെയ്തോ. പക്ഷെ എന്റെ മോളെ ഞാൻ ഇവിടെ കരയിപ്പിക്കാൻ നിൽക്കില്ല. മനസ്സിലാവില്ല? ഇനി എന്റെ പഠിക്ക് എന്റെ മോളുടെ പേരും പറഞ്ഞ് നീ വന്നോ നീ കൂടുകള് മോളെ നിക്കളേച്ച, ഇത്രയും കാലം ഞാൻ നിങ്ങളെ സഹിച്ച്. ഇനി എനിക്കത് പറ്റത്തില്ല. നിങ്ങൾ എന്റെ ആത്മാവിനെ കൊന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കത്തില്ല. ഇതൊക്കെ നിന്റെ ഭാര്യ അറിഞ്ഞ പ്രശ്നമാവില്ലേ? അവളൊരു മണ്ടിയാ. അവളിതൊന്നും അറിയത്തില്ല. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ട്. ഡൈവോഴ്സിന്റെ അന്ന് അവസാനമായിട്ട് കണ്ട്. പ്രണയിച്ച് വിവാഹവും കഴിച്ച് കുറെ കാലം കഴിയപ്പോ എന്നെ മടുക്കുകയും ചെയ്ത് വേറെ ആളെ പോയി പ്രണയിക്കുകയും ചെയ്തു. എല്ലാത്തിന്റെ അവസാനം ഡൈവോഴ്സ്. അത്രേ ഉള്ളൂ. രേവതി, തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ബട്ട് എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. എബി എന്നെ കാണണമെന്ന് പറഞ്ഞപ്പം ഇതിനൊരിക്കലും പ്രതീക്ഷയില്ല. തന്നെ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്. താൻ എത്ര കാലം വേണമെങ്കിലും ആലോചിച്ചോ.